ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ്. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസ നേരുന്നു. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. പരസ്പരം സ്നേഹിക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്ന് രണ്ട് കൽപ്പനകളിൽ ക്രിസ്ത്യാനിറ്റി മുഴുവൻ അതിനെ ബേസ് ചെയ്തിട്ടാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് രണ്ടുമാണ് ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളുടെ മൂലക്കല്ലുകൾ. ഇതില്ലാതെ ക്രിസ്ത്യാനിറ്റി ഇല്ല. അപ്പോൾ സ്നേഹത്തിൽ ബേസ് ചെയ്തതാണ് ക്രിസ്ത്യാനിറ്റി. സ്നേഹം ഇല്ലാത്തവൻ ക്രിസ്തു അനുയായി അല്ല. അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, നീ ബലിപീഠത്തിങ്കൽ നിൽക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആദ്യം പോയി അവനോട് രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. എങ്കിൽ മാത്രമേ നിന്റെ ബലി സ്വീകാര്യമാവുകയുള്ളൂ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, നിന്നിൽ സ്നേഹമില്ലെങ്കിൽ നീ വെറുതെ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന ചങ്ങലയോ ആയിത്തീരും. സ്നേഹമില്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് പ്രവർത്തിച്ചാലും അതിനൊരു ഫലവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സ്നേഹം അഭിനയിക്കാനും പറ്റില്ല. കാരണം നമ്മുടെ അന്തരങ്ങൾ അറിയുന്ന കർത്താവിന് എല്ലാം മനസ്സിലാകും. അപ്പോൾ കർത്താവിന് മുമ്പിൽ കൂടുതൽ സ്മാർട്ടാകാനൊന്നും നടക്കില്ല, ടെക്നിക്കുകളൊന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു കാതലായിട്ടുള്ളൊരു ചോദ്യം, നിന്നിൽ സ്നേഹമില്ലെങ്കിൽ നിനക്കതെങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉടലെടുക്കുന്നത്? അപ്പം ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഈ ഏതൊക്കെ ബൈബിൾ വചനങ്ങളിലാണ് സ്നേഹം അല്ലെങ്കിൽ ലവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്നൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 60-70 വചനങ്ങളിൽ സ്നേഹത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വചനം യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യേകത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് മനുഷ്യരാശിയെ രക്ഷിക്കാനാണ്, ശിക്ഷിക്കാനല്ല. അപ്പോൾ ക്രിസ്മസ് ദിനത്തിലാണ് മനുഷ്യപുത്രൻ ലോകത്തിൽ ആഗതനാകുന്നത്. അതുപോലെ 1 യോഹന്നാൻ 4:7, ദൈവം സ്നേഹമാണ്. പ്രിയരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്.
തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്തുമസിൻ്റെ ആധാരം ഈ സ്നേഹമാണ്. ദൈവം സ്വന്തം പുത്രനെ അവനെ നമ്മൾ ജീവിക്കേണ്ടതിനായി, തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ദൈവ സ്നേഹം മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉടലെടുക്കുന്നത്. ഈ ദൈവസ്നേഹം മനസ്സിലാക്കുന്നവനാണ് നിധി കണ്ടെത്തിയവൻ. ഈ ദൈവസ്നേഹം കണ്ടെത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും, നമ്മൾ യഥാർത്ഥ സന്തോഷവും ആനന്ദവും എല്ലാം നമ്മൾ ഒരു പ്രാവശ്യം അനുഭവിച്ച് കഴിയുമ്പോൾ അതിന് പകരം വയ്ക്കാൻ ഒന്നും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ ഒരു ആധ്യാത്മികതയുടെ തലത്തിലേക്ക് നമ്മൾ ഉയരും. എന്തൊക്കെ പ്രശ്നങ്ങളും പ്രലോഭനങ്ങൾ വന്നാലും ഈ ദൈവസ്നേഹത്തെ ഹനിക്കുന്നതോ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതായ യാതൊന്നും ചെയ്യുവാൻ നമ്മൾ തുനിയുകയില്ല. അത് ഒരു വലിയ ത്യാഗമൊന്നും ആയിരിക്കില്ല. കാരണം വലിയ ഒരു കാര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ വേണ്ടെന്ന് വയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ക്രിസ്മസ് ആണ്, ഇന്ന് രാത്രിയാണ് ക്രിസ്മസ്. പല ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പാർട്ടികളുടെ ഒരു ആരംഭമാണ്. ഒത്തിരി പാർട്ടികൾ ഞാൻ മിക്കവാറും പോകില്ല. അതൊരു ത്യാഗമൊന്നുമല്ല. കാരണം ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഞങ്ങൾ സീറോ മലബാർ സഭയിലെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. കാരണം അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഹനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ നടന്നോട്ടെ. നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്. അതുപോലെ തന്നെ ജോൺ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കും. വേറെ ഓരോരുത്തർ പറയുന്ന കൽപ്പനകളല്ല. ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ എന്താണ്? വചനമനുസരിച്ച് നമ്മൾ ജീവിക്കും. വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ ഉദ്ധിയപ്പെടും. ആ നിധി നഷ്ടപ്പെടുത്താൻ നമുക്ക് താല്പര്യമുണ്ടാവുകയില്ല. അതിനുവേണ്ടി നമ്മൾ വളരെയേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധിയിൽ നമ്മൾ കൂടുതൽ ഉയർച്ചയുള്ളവരായിത്തീരും. നമ്മുടെ ജീവിതം വേറെ ഒരു തലത്തിലായിരിക്കും. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് മദ്യം വേണ്ട,
മദിരാശി വേണ്ട, പരദൂഷണം വേണ്ട, കമ്പനി വേണ്ട. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യമില്ലാതെ തന്നെ നമ്മൾ അതീവ സന്തോഷവാനായിരിക്കും. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. ആ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായി ആയിരിക്കുകയില്ല. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ഏറ്റവും റാഡിക്കലായിട്ടൊരു ഐഡിയ ഒക്കെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവനൊക്കെ അത് വളരെ ഈസിയാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്തുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കാതിരിക്കണം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് സോ ഈസി. വളരെ എളുപ്പമാണ് നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവൻ ആര് തന്നെയായിരുന്നാലും നിന്റെ സമീപത്ത് നിൽക്കുന്നവനെ സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവനെ. അല്ലാത്തവന് ഇത് ഭോഷത്വമായി തോന്നും. അതുപോലെ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പം ഇന്നൊരു ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആരാണ് ശത്രു? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നമ്മുടെ ശത്രു. അപ്പം ചിലർ പെർമനൻ്റ് ആയിട്ടുള്ള ശത്രുക്കളുണ്ട്. അവൻ്റെ പോക്ക് തന്നെ അവൻ ചെയ്യുന്ന ഒന്നും എല്ലാം നമുക്കെതിരാണ്. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ തന്നെ പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു സ്നേഹിതൻ്റെ ഉള്ളിൽ തന്നെ ഒരു ശത്രു ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരും. അപ്പോൾ നമ്മൾ കോപിക്കാറാണ് പതിവ്. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവന് അതൊന്നും വിഷയമല്ല. കോപിക്കുകയില്ല. കോപിച്ചാലും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണ്, കോപിക്കേണ്ട ആവശ്യമില്ല. വൈ ഷുഡ് ഐ ഇങ്ങനൊരു സില്ലി കാര്യം ചെയ്തിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിന് ഞാൻ ഡിനൈ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അപ്പോൾ ക്രിസ്മസിൻ്റെ എസെൻസ് ക്രിസ്തു നമ്മളോടുള്ള സ്നേഹത്താൽ, മനുഷ്യരാശിയോടുള്ള സ്നേഹത്താൽ അവർ നശിച്ചു പോകാണ്ടിരിക്കേണ്ടതിന് സ്വന്തം തന്നെത്താൻ ശൂന്യനാക്കി മനുഷ്യൻ്റെ രൂപം കൊണ്ട് ദൈവപുത്രൻ ആയി ഈ ഭൂമിയിൽ അവതരിച്ച് വേറെ ഒരു സുവിശേഷം, ഒരു പുതിയ സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷം നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ഇവിടെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ട ക്രിസ്തു, അവൻ്റെ സ്നേഹത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ആ സ്നേഹം നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് അവൻ്റെ വചനങ്ങൾ പാലിക്കാൻ എളുപ്പമായിരിക്കും. അത് എളുപ്പമല്ല, അതൊരു ഹരമായി മാറും. കാരണം അതായിരിക്കും, അവൻ്റെ വചനങ്ങളായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളും ക്രമേണ അവനെപ്പോലെയാകും. ആളുകൾ നമ്മളെ കല്ലെറിയാം, നമ്മളെ പുറത്താക്കാം, നമ്മളെ ക്രൂശിക്കാം, എല്ലാമൊക്കെ. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആനന്ദകരമായ ഒരു ജീവിതം നമ്മൾ നയിക്കും. കർത്താവ് നമ്മളെ ഇതിലേക്കാണ് നയിക്കുന്നത്, യഥാർത്ഥ സന്തോഷത്തിലേക്കാണ് നയിക്കുന്നത്. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം, നമുക്ക് അവൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ട അരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ്.